എന്റെ പേര് സജീവ് കുമാർ. കൊമ്പടി ഞമക്കലാണ് വീട്. 7 വർഷക്കാലമായി ആർസിമിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഇന്ന് മെറാൽഡ ചിവറാണ്. എന്നെ ഈ ഒരു പ്രസ്ഥാനത്തേക്ക് പരിചയപ്പെടുത്തിയത് എന്റെ അമ്മായിയും കൂടിയായ സുമ മേഡമാണ്. ഈ ഒരു പ്രസ്ഥാനത്തില് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട്, നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ന് എല്ലാ ലീഡേഴ്സും ഇന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എന്റെ മെന്ററായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇന്ന് എന്നെ സ്വാഗതം ചെയ്തത് ഗ്രേറ്റ് ലീഡർ ഗിരീഷ് സാർ. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശാനുസരിച്ച് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ സന്തോഷം. നമുക്കറിയാം, ഇന്ന് RCM ഇന്ന് പടർന്ന് പന്തലിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറ് പറഞ്ഞു, ഇന്നത്തെ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിന് RCM ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കാത്തതാണ് പല ആളുകൾക്കും RCMല് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. പല ആളുകളും ഉൽപ്പന്നങ്ങൾ വാങ്ങി നിൽക്കുന്നു, പല ആളുകളും സെയിൽ ചെയ്യുന്നു, പല ആളുകളും ഷോപ്പ് ഇട്ട് നടത്തുന്നു, ചില ആളുകൾ ഹോം ഷോപ്പ് തുറന്നിട്ടുണ്ട്. പക്ഷെ ഒരു ടീം ബിൽഡിങ് ചെയ്ത് വലിയ മുന്നേറ്റം പല ആളുകൾക്കും ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ചെയ്യാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ഓരോ പ്രവർത്തനത്തിനും അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാത്തതിന്റെ കാരണം എന്തിന് ഞാൻ ഇത് ഏറ്റെടുക്കണം എന്നതിന്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാന് എന്തിന് RCM ഏറ്റെടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എന്നിലേക്ക് വന്നത് കൊണ്ടാണ് RCMലേക്ക് വന്ന് 4 വർഷം കൊണ്ട് എമറാൾഡ് ആവാൻ സാധിച്ചത്. ആ തീരുമാനം എന്നിൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ RCMല് ഒന്നും തന്നെ ആവാനായിട്ട് എനിക്ക് സാധിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരു വെറും ഉപഭോക്താവായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ RCM നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാ RCM ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആളുകള് എന്തിനാ RCM ചെയ്യണം എന്നുള്ളൊരു തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങളില് ജനിച്ചിട്ടുണ്ടോ? അതാണ് നോക്കേണ്ടത്. ഇന്ന് ലോകത്തില് വിജയിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു കാരണം ഉണ്ടായിരുന്നു. വിജയിക്കാത്ത ആളുകൾക്ക്, തോറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അനേകം കാരണങ്ങളുണ്ട്. ഒരു വ്യക്തി തോൽക്കാനായിട്ട് അനേകം കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു വ്യക്തി വിജയിക്കാനായിട്ട് ഒറ്റ തീരുമാനം മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം എനിക്ക് വിജയിക്കണം എന്നുള്ളത്. അവിടെ മറ്റുള്ള കാരണങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, RCM എന്ന പ്രസ്ഥാനത്തില് പല ആളുകളും ഐഡിയ എടുക്കുന്നു, പല ആളുകളും ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നു, പല ആളുകളും സെയിൽ ചെയ്യുന്നു, പല ആളുകളും ഒന്നും ചെയ്യുന്നില്ല, പല ആളുകളും ടെർമിനേറ്റ് ആയി നിൽക്കുന്നു, പല ആളുകളും ഇതിലൂടെ വിജയിച്ചു മുന്നേറുന്നു, സാധാരണക്കാര് പോലും. അപ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് നോക്കുമ്പോ, എന്തിനത് ഞാൻ ചെയ്യണം? നമുക്ക് ആലോചിച്ച് നോക്കാം, RCMൽ എന്ത് കിട്ടും? നമുക്ക് വളരെ വിശദമായിട്ട് RCMന്റെ ആരോഗ്യ കാര്യങ്ങളോ പ്രൊഡക്റ്റുകളോ ഒന്നും പറയേണ്ട ആവശ്യം ഇന്നില്ല. കാരണം എന്താണ്? ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിന് ഞാൻ ചെയ്യണം, ആ ഒരു തീരുമാനം. നമ്മളെ ക്ലാസ്സുകളിൽ പല പോയിന്റും പറയാറുണ്ട്. ഒന്ന് ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ RCM ഏറ്റെടുക്കാം, അല്ലെ? പല ആളുകളും ചോദിക്കും, എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിത് ഏറ്റെടുക്കേണ്ട ആവശ്യം, അല്ലെ? പുറത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉള്ളവര് മാത്രമല്ല, പ്രശ്നങ്ങൾ ഇല്ലാത്തവരും നാളെ പ്രശ്നമില്ലാതിരിക്കാൻ RCM ഉൽപ്പന്നങ്ങൾ നമ്മൾ സഹായിക്കും. ന്യൂട്രി സപ്ലിമെന്റുകളൊക്കെ എന്താണ്? ഒരു വ്യക്തി ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തി ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ന്യൂട്രി സപ്ലിമെന്റുകൾ കഴിക്കേണ്ടത്. പല ആളുകൾ എന്താ ചെയ്യുക? ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഡോക്ടർമാരെ മരുന്നുകളൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത്. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കത് ചിലപ്പോൾ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ ആരോഗ്യം നിലനിർത്താനും, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് അതിനെ തിരിച്ചു പിടിക്കാനുമാണ് നമ്മൾ RCMന്റെ ന്യൂട്രി സപ്ലിമെന്റുകൾ, RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യം എന്റെ കുടുംബത്തിന് ആവശ്യമുണ്ടോ? ഇന്ന് സമൂഹത്തില് ഇന്ന് മറ്റുള്ള ഉൽപ്പന്നങ്ങള് നമ്മൾ ജനങ്ങൾ വാങ്ങിച്ചുപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ മായം, കലർപ്പ് ചേർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് RCM ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമാണ് എന്ന് ഉപയോഗിച്ച ഓരോ വ്യക്തികൾക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം എന്റെ കുടുംബത്തിന് ആവശ്യമുണ്ടോ? നമുക്ക് ഇന്ന് RCM വേണമെങ്കിൽ ഏറ്റെടുക്കാം. കാരണം ആരോഗ്യ പ്രശ്നങ്ങള്
ഇന്ന് സമൂഹത്തില് ദിനം പ്രതി ഇന്ന് സമൂഹത്തില് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഇന്ന് RCM നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. രണ്ടാമത്തെയാണ് തൊഴിലവസരം. അല്ലെ, ഇന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഇന്ന് തൊഴിലവസരമില്ല. സ്കൂളില് ടീച്ചർമാര് പറയുന്നു പഠിക്കാൻ പറയുമ്പോ പറയുന്നു മോനെ ജോലിക്കാരനാവണ്ടേ. വീട്ടുകാര് പറയുന്നു മോനെ ജോലിക്കാരനാവണ്ടേ. മകൻ പഠിച്ചു, സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിച്ചു, പക്ഷെ എവിടെയാണ് ജോലി? ഗവൺമെന്റിന് പോലും ഒരു ജോലി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, തൊഴിലവസരമില്ല. അപ്പോൾ പഠിച്ചിറങ്ങാൻ കുട്ടികൾ ഹൈ മാർക്കോടുകൂടി പാസ്സായാലും ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ജോലി സമ്പാദിക്കണമെങ്കിൽ. വീണ്ടും അവിടെ പൈസ, അതായത് പഠിക്കാൻ പൈസ വേണം, പഠിപ്പിക്കാൻ പൈസ വേണം. എന്നാൽ പഠിച്ചു എന്ന് കരുതാ ഒരു ജോലി കിട്ടാനും പൈസ വേണം. അപ്പോൾ എങ്ങനെ സാധാരണക്കാരന് ഒരു ജോലി മേടിച്ചെടുക്കാനായിട്ട് പറ്റുന്നു? തൊഴിലവസരങ്ങളില്ല. ആ സമയത്താണ് നമ്മൾ RCMനെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഇന്ത്യൻ റെയിൽവേ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 2035 ആകുമ്പോഴേക്കും ഇന്ന് RCM ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തൊഴിലവസരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പനി വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഗവൺമെന്റിന് പോലും കൊടുക്കാൻ പറ്റാത്ത തൊഴിലവസരം RCMലൂടെ. അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ RCMനെ ഏറ്റെടുക്കാം. നമ്മൾ ആലോചിച്ച് നോക്കോ, ഒരു തൊഴില് നമുക്കുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വേണ്ടപ്പെട്ട മകനോ മകൾക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പോലും ആ സ്ഥാപനത്തിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഈ ഒരു RCM എന്ന പ്രസ്ഥാനത്തിൽ നോക്കൂ, ആർക്ക് വേണമെങ്കിലും ഒരു തൊഴിലവസരമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെയാണ് വരുമാനം. അല്ലെ, തൊഴിലൊക്കെ ഉണ്ടെന്ന് ആളുകൾക്ക്, അല്ലെ, ജോലി കിട്ടിയോന്നാണ് ആളുകൾ ചോദിക്കുള്ളൂ. അല്ലെ, മോൾക്ക് ജോലി കിട്ടിയ, മോനെ ജോലി കിട്ടിയ, പക്ഷെ ആ ജോലിയിൽ എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന് എത്ര പേര് ചോദിക്കുന്നുണ്ട്? ഇനി ചോദിച്ചാലും ഈ ജോലി കിട്ടിയ ആളുകൾക്ക് പറയാൻ ചോദിച്ചാലും ഈ ജോലി കിട്ടിയ ആളുകൾക്ക് പറയാൻ ഇഷ്ടമല്ല. കാരണം ഒരു ജോലിയാണ് വേണ്ടത്. ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത പല ആളുകൾക്കും കുറവാണ്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയ കുട്ടികളോട് മോനെ ജോലി കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ജോലി കിട്ടിയാൽ മതി, പക്ഷെ വരുമാനം എത്ര കിട്ടിയാലും കുഴപ്പമില്ല. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ പല ആളുകളും ഇന്ന് പഠിച്ചിറങ്ങി പല രീതിയിൽ നല്ല പ്രൊഫഷനൊക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞ് ജോലിയിൽ പോകുന്ന ആളുകൾക്കുള്ള കിട്ടുന്ന വരുമാനം 5000, 10000, 15000 അത് വിട്ടിട്ട് അപ്പുറത്തേക്കില്ല. എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ വരുമാനം കുറയുന്നു. വരുമാനം കുറയുന്ന സമയത്ത് RCMലൂടെ ഏതറ്റം വരെ വരുമാനം മേടിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് RCMനെ ഒരു വരുമാനം മേടിക്കാൻ എനിക്ക് ഈ RCM ആവശ്യമാണ്. ഭാര്യയാണെങ്കിൽ എന്റെ ഭർത്താവിനൊന്ന് സഹായിക്കാനായിട്ട്, ഭർത്താവാണെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് എന്റെ കുടുംബത്തിന് വേണ്ട സ്വപ്നങ്ങളോ യാഥാർത്ഥ്യമാക്കാൻ പറ്റാതെ ഓരോ ദിവസം അങ്ങനെ തള്ളി നീക്കുന്നു. അതുകൊണ്ട് ഒരു എക്സ്ട്രാ വരുമാനം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്, എന്റെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരെ വളർത്താനും അവരാഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും വേണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഏറ്റെടുക്കാം. മാതാപിതാക്കളായ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെങ്കിലും ഇന്ന് പൈസ വേണം. കാരണം എന്താണ്? ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇന്ന് ഹോസ്പിറ്റലിൽ ചെലവൊന്നും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ ഒരു അവസരത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് RCM, അതായത് ഒരു കുടുംബത്തിനെ നല്ല രീതിയിൽ വളർത്തണം, ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് RCM ഏറ്റെടുക്കാം. അപ്പൊ നല്ലൊരു വരുമാനം RCMൽ നേടിയെടുക്കാൻ പറ്റുന്നു. പക്ഷെ പല ആളുകൾക്കും അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല, ആ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും RCMൽ വന്നിട്ട് പോലും പല ജോലികൾ വീണ്ടും അന്വേഷിച്ചു പോകുന്നു. കാരണം ചോക്കുമലയിൽ ഇരിക്കുന്ന ആള് ചോക്ക് അന്വേഷിച്ചു പോകുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം നല്ലൊരു വരുമാനം RCMൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കിട്ടാനായിട്ട് വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത്? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അത് ഷെയർ ചെയ്യുക. പല ആളുകൾ മാർക്കറ്റിൽ എന്താണ്, നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യുന്നുണ്ട് ആരാണ്? കമ്പനി. അതുകൊണ്ട് കമ്പനി നന്നാവുന്നു. മോഹൻലാൽ പറയുന്നു കണ്ണന്തവൻ ചായ നല്ലതാ, മോഹൻലാൽ നന്നാവും എന്ന് വേണ്ട. സച്ചിൻ തെണ്ടുൽക്കർ പറയുന്നു ബൂസ്റ്റ് നല്ലതാണ്. ആര് നന്നാവും? സച്ചിൻ തെണ്ടുൽക്കർ നന്നാവും, കമ്പനി നന്നാവും. പക്ഷെ ഉപഭോക്താവ് ഇന്ന് വരെ നന്നായിട്ടില്ല. എന്താ കാരണം? ഉപഭോക്താവിനൊന്നും കിട്ടുന്നില്ല. അവിടെയാണ് RCM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. അടുത്താണ് ജീവിത ചെലവ് ചുരുങ്ങുന്നു. കൊറോണയുടെ എഫക്ട് വരാനിരിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. വന്നിട്ടില്ല. കൊറോണയുടെ എഫക്ട് വരാനിരിക്കുന്നു. ഇന്ന് പച്ചക്കറി തൊടാൻ പറ്റുന്നില്ല. ഇന്ന് എന്ത് പറയുന്നു, 1 കിലോ ചാള മേടിക്കണമെങ്കിൽ അല്ലെ, അതിന്റെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ അതിന്റെ കാണിക്കാം. അവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ചാളയാണ്. അങ്ങനെയാണ്, കാരണം അത്രയ്ക്ക് വിലയാണ്.
അപ്പോ ഇന്ന് നിത്യോപയോഗ സാധനങ്ങൾ ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ആർസിഎമ്മില് തവിടെണ്ണ ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൽ വില കൂടുന്നു, തവിടെണ്ണ വില കുറയുന്നു. ആർസിഎമ്മില് നിയന്ത്രിത വിലയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ 4 പോയിന്റില് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ വീട്ടിൽ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നല്ല പൈസക്കാരനാണെങ്കിൽ ആരോഗ്യം ആവശ്യമാണ്, അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആർസിഎമ്മില് എന്താണോ നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, മനസ്സിൽ ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുന്ന വ്യക്തിക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. എന്താണ് പ്രശ്നങ്ങള്? അപ്പ് ലൈൻ ശരിയല്ല, ഡൗൺ ലൈൻ ശരിയല്ല, വീട്ടുകാർ ശരിയല്ല, നാട്ടുകാർ ശരിയല്ല, ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, മക്കള് ശരിയല്ല, ഈ ലോകം മുഴുവൻ ശരിയല്ല, ഞാൻ മാത്രം ശരി. ആ ഞാൻ എന്ന ഒരു വ്യക്തിയെ ശരിയാക്കിയാൽ ഈ ലോകം മുഴുവൻ ശരിയാക്കാൻ നമ്മെ കൊണ്ട് സാധിക്കില്ലെങ്കിലും പക്ഷെ നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് നന്നാക്കാനും നമ്മളെ വളർത്താനും നമ്മളെ ഉയർത്താനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി നന്നാവുക, ഞാൻ എന്ന വ്യക്തി തീരുമാനം എടുക്കുക, ഞാൻ എന്ന വ്യക്തിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് തരണം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, അതായിട്ട് നമ്മൾ മാറും. എനിക്ക് ആർസിഎമ്മിൽ നിന്ന് എന്ത് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നു, അതാണ് കിട്ടുള്ളൂ. ആർസിഎമ്മിൽ നിന്ന് എന്ത് നേടണം എന്ന് തീവ്രമായി നമ്മൾ ഉറച്ചു നിന്നാലാണ് അതാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആർസിഎമ്മില് എന്ത് നേടണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ആർസിഎമ്മിന്റെ ഒരു ഐഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐഡി നമ്പർ എന്നൊക്കെ പറയും അല്ലെ, 31537618. ഇതാണ് എന്റെ ഐഡി നമ്പർ. അങ്ങനെ ഒരു ഐഡി ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത ഓരോ വ്യക്തികൾക്കും കിട്ടും. ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന വ്യക്തികൾക്കും കിട്ടും. എന്താണ് ഐഡി? ഐഡിയുടെ ഒരു നിർവചനം എന്ന് പറയുമ്പോൾ പല രീതിയിലും പറയാം. പക്ഷെ അവിടെ നമ്മുടെ ഐഡിയുടെ നിർവചനം എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെ, ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ. പക്ഷെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഐഡി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു സംവിധാനത്തിൽ സിസ്റ്റമായിട്ട് നിന്ന് നമുക്ക് വളരാനുള്ള ഒരു അവസരം, സ്വന്തമായിട്ട് വളരാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നമ്മൾ പല ആളുകളെയും നമ്മൾ എന്താണ്, എന്റെ ലീഡർ ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് വളരാത്തത്, എന്റെ ഡൗൺലൈൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് വളരാത്തത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഒരു അവസരം പഠിക്കാനായിട്ട് ഇഷ്ടം പോലെ അവസരങ്ങൾ നമുക്കുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ലീഡേഴ്സ് നമുക്ക് ഒരുക്കുന്നുണ്ട്. സിസ്റ്റം നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്, ട്രെയിനിങ്ങുകളുണ്ട്, ഒക്കെ നമുക്ക് അവിടെ നേടാൻ ഉള്ള ഒരു അവസരമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അല്ലെ, മാർക്കറ്റില് പ്രൊഡക്റ്റ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഷോപ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് അതിന് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് പറയാ. നമ്മൾ ആലോചിച്ച് നോക്കുക, ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്, അതും ഇന്ന് ഇന്ത്യയില് എവിടെയും വിപണനം നടത്താനുള്ള ഒരു ഐഡി നമ്പറാണ് നമുക്ക് കിട്ടിയുള്ളത്. ഇത് വിദേശത്തേക്ക് കടക്കാൻ പോകുന്നു അല്ലെ, വിദേശത്തേക്ക് പോലും ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യയിൽ വന്ന പോലെ ആർസിഎം വിദേശത്തേക്ക് കടക്കാൻ പോകുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത് ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങള് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് വിപണനം ചെയ്യാനുള്ള ഒരു ഐഡി നമ്പറാണ്. ഒരു നയാ പൈസ മുടക്കാതെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോ തന്നെ നമുക്ക് എന്ന് കിട്ടിയിരിക്കുന്നത്. ആലോചിച്ചു, അതിന്റെ മൂല്യം പല ആൾക്കും അറിയുന്നില്ല. ഒരു ജില്ലാ തലത്തിൽ ഒരു പേസ്റ്റിന്റെ, ഞാൻ ഇന്നാള് ഒരു കോൾഗേറ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിനോട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെയാണ് പരിധി, എത്ര പരിധിയുണ്ട്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജില്ലാ അടിസ്ഥാനത്തില് ഷോപ്പുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ആകെ ആർസിഎമ്മിന്റെ പേസ്റ്റ് മാത്രമാണ്, അല്ല നമ്മുടെ കോൾഗേറ്റിന്റെ പേസ്റ്റ് മാത്രമാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള അനുമതി. അപ്പോൾ അദ്ദേഹം ഒരു 1,00,000 മേലെ ആ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അദ്ദേഹം കമ്പനിയിൽ കെട്ടിവെച്ചു എന്നാണ് പറഞ്ഞത്. 1,00,000 മേലെ, 1,50,000 അദ്ദേഹം അത്ര എമൗണ്ട് പറഞ്ഞു. അപ്പോൾ 1,00,000 മേലെ ആ ഒരു പൈസ കെട്ടിവെക്കണം ഈ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാനായിട്ട്. അതെന്ന് ഇവര് അതിൽ നിന്ന് തിരിഞ്ഞു പോരുന്നോ അന്നാണ് കിട്ടുള്ളൂ, നമുക്ക് റൂമിനൊക്കെ പകുതി കൊടുക്കുന്ന പോലെ. അപ്പൊ ആ കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പേസ്റ്റിന്റെ വിപണനം ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ജില്ലാ അടിസ്ഥാനത്തിലാണ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ, ആ ജില്ല വിട്ട് അപ്പുറത്തേക്ക് നമ്മൾക്ക് ചെയ്യാനുള്ള അനുവാദം ഇല്ല, അത് വേറൊരാൾക്കായിരിക്കും അതിന്റെ അനുമതി കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു പേസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ
1 ലക്ഷത്തിന് മേലെ കെട്ടിവെച്ച് ഒരു ജോലി ചെയ്യുന്നു. ആ ജില്ല വിട്ട് അദ്ദേഹത്തിന് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തില് ആർസിമില് 2000 രൂപ വരെ ഉൽപ്പന്നങ്ങൾ പലചരക്കിന് മേടിക്കുന്നതിന് പകരം ആർസിമിന്റെ ബ്രാൻഡിൽ നിന്ന് നമ്മൾ ഒരു ഐഡിയ എടുക്കുമ്പോൾ 4995 പ്രൊഡക്റ്റുകള് ഇന്ത്യ ഒട്ടാകെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഒരു അനുമതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സത്യം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ഇന്ത്യ മഹാരാജ് അത് ദുബായിലും ഷാർജയിലും സൗദി അറേബ്യയിലും പോലും ഇനി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോക്ക് മലയിലിരിക്കുന്ന ആള് ചോക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ആളുകൾക്ക്. അപ്പോൾ ആർസിഎം എന്ന ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയുള്ള ഒരു അവസരം മനസ്സിലാക്കണം. ഒരു പേസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ, അതും ജില്ലാടിസ്ഥാനത്തില് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ കിട്ടുമ്പോൾ ലക്ഷങ്ങൾ വരുമാനം, എന്തെങ്കിലും വരുമാനം ലക്ഷങ്ങളൊന്നും കിട്ടില്ല, പക്ഷെ ലക്ഷങ്ങൾ കെട്ടിവെക്കണം. എന്നിട്ട് അതും വിറ്റാലാണ് ഇതുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ സെയിൽ ചെയ്യുമ്പോൾ വരുമാനം, വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോ നമുക്ക് വരുമാനം എന്ന് വേണ്ട, ഇന്ന് വേറെ മാർക്കറ്റിൽ ഇല്ലാത്ത ഫ്രീ പ്രൊഡക്റ്റ് എവിടെ കിട്ടും, എവിടെ കിട്ടിയിട്ടുണ്ട്? നമ്മൾ ആലോചിച്ചു, നമ്മുടെ പലചരക്കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? എന്ന് വേണ്ട, സപ്ലൈക്ക് നിന്ന് കിട്ടിയിട്ടുണ്ടോ? മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? എന്തിനും പറയുന്നു, റേഷൻ കടയിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ടോ ഒരു 10 രൂപ വരെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട്? ആ സമയത്താണ് ഇവിടെ ആർസിഎം കണ്ണു തുറപ്പിക്കുന്നത് നമ്മളെ. വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുമ്പോൾ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. അതുകൂടാതെ ഒരു ഐഡിയ എടുക്കുമ്പോൾ വീണ്ടും വില കുറച്ച് കിട്ടുന്നു. ഒരു ആശീർവാദ് ആട്ട 365 രൂപയ്ക്ക് ആശീർവാദ് ചക്കി ഫ്രഷ് ആട്ട മേടിക്കുന്ന, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഉള്ള ആട്ടൊക്കെ മേടിക്കണം എന്ന് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആർസിഎമ്മിൽ ഐഡിയ എടുക്കാതെ പോലും 300 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ തന്നെ 65 രൂപ വരെ വ്യത്യാസം മാർക്കറ്റിൽ കിട്ടും. എന്നാൽ ആർസിഎമ്മിന്റെ ഒരു ആട്ട ഇട്ട് ചപ്പാത്തിയോ ദോശ ഉണ്ടാക്കി തിന്ന ആൾക്ക് അറിയാൻ പറ്റും അതിന്റെ ക്വാളിറ്റി എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയ എടുത്താലോ 245 രൂപ കിട്ടും, വീണ്ടും 55. ഒരു സുഹൃത്തുക്കളെ, ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ ആ വില വ്യത്യാസം നമ്മളൊന്ന് നോക്കിയാൽ മതി. കാരണം ഒരു ആശീർവാദ ആട്ട മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആർസിഎമ്മിന്റെ ഒരു ആട്ട മേടിക്കുമ്പോൾ അവിടെ 65 രൂപ വരെ വ്യത്യാസം. അദ്ദേഹം ഒരു ഐഡിയ എടുത്ത് മേടിക്കണമെങ്കിൽ വീണ്ടും 55 രൂപ വരെ വ്യത്യാസം. ഒരു 5 കിലോന്റെ ആട്ട ബ്രാൻഡ് ഒന്ന് മാറി വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ, ജോയിൻ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ 120 രൂപ. ആലോചിച്ച് നോക്കണം, ചിന്തിക്കണം, ഒന്ന് തട്ടണം. ഞാൻ പല ക്ലാസ്സിലും പറയാറുണ്ട്, ഒന്ന് ചിന്തിക്കണം. 120 രൂപ വയർപ്പൊഴുക്കി പണിക്ക് പോയി കുടുംബത്തിന് സംരക്ഷണം ചെയ്യാനുള്ള പൈസ നമ്മള് ഇന്ന് കരക്കാർക്ക് കൊടുക്കുന്നു. കരക്കാര് എന്ന് പറയുമ്പോൾ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം 120 രൂപ നമ്മുടെ അധ്വാനിച്ച പൈസയാണ് പോകുന്നത്. നമ്മുടെ മക്കൾക്ക് നാളെ നല്ല ഉൽപ്പന്നങ്ങളും നല്ല അവസരങ്ങളും അവർക്ക് വേണ്ട പൈസ സ്വരൂപിച്ചു വയ്ക്കാനുള്ള ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസയാണ് പോകുന്നത്. ഒരു 5 കിലോന്റെ ആട്ടയമേ നമ്മൾ ഇത്ര പൈസ പോകുന്നുണ്ടെങ്കിൽ ബാക്കി നിത്യോപയോഗ സാധനത്തിന്മേൽ എത്ര ഉൽപ്പന്നങ്ങള് വാങ്ങി നമ്മൾ കൂട്ടുന്നു, എത്ര പൈസ പോകുന്നു? ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും എത്ര പൈസ നമ്മൾ കൊടുക്കുന്നു? ഇവിടെയാണ് ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ആർസിഎം പറയുന്നു ഇവിടെ ഞങ്ങളായിട്ട് പരസ്യം ചെയ്യുന്നില്ല. ഇവിടെ ആർസിഎം പറയുന്നു ഞങ്ങളായിട്ട് ടിവിയിലൂടെ പരസ്യം ചെയ്യുന്നില്ല, ഞങ്ങളായിട്ട് മോഹൻലാലും മമ്മൂട്ടിനെ നിശ്ചയിക്കുന്നില്ല. നിങ്ങൾക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യയും അക്ഷയ് കുമാർ ആവാനുള്ള അവസരമുണ്ട് സുഹൃത്തുക്കളെ എന്നാണ് കമ്പനി പറയുന്നത്. കാരണം മോഹൻലാലും മമ്മൂട്ടിയും ഐശ്വര്യയും കാവ്യം മാധവനും ചെയ്യുന്ന പരസ്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ, അവര് എന്താണോ പരസ്യം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ആ പരസ്യം നമ്മൾ ചെയ്താൽ, ഓരോരുത്തരും ചെയ്താൽ അവർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ തരാന്നാണ് പറയുന്നത്. അല്ലെ? ഇടനിലക്കാരും പരസ്യക്കാരും ചെയ്യുന്ന ആ പണി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്ക് ആ നേട്ടങ്ങൾ കിട്ടുന്നത്. എന്താണ്? ഒരു നല്ല സിനിമ കണ്ടാൽ നമ്മൾ പറയും, നല്ല ഒരു തുണിക്കടയിൽ പോയാൽ നല്ലതാന്ന് പറയും, ഒരു മസാല ദോശ കഴിച്ചാൽ നല്ലതാന്ന് പറയും. ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയ ഉൽപ്പന്നങ്ങള് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ആർസിഎം ബിസിനസ് നിങ്ങൾക്കുള്ളതാണ്. ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. കാരണം എന്തിനു ഞാൻ ചെയ്യണം? ഇവിടെ കിട്ടാനുള്ള അവസരം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊപ്പമോ ജോലി വിട്ടോ എന്തിനെ ഏറ്റെടുക്കണമെന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധ്യമാണ് നമ്മളെ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആർസിഎം സജ്ജമാണ്. ആർസിഎമ്മിന്റെ ഡിസൈൻ വിജയിക്കാനുള്ളതാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ ഡിസൈൻ ഏതൊരു സാധാരണക്കാരന് പോലും, മൂക്കുണ്ടോ, ചെവിയുണ്ടോ, കണ്ണുണ്ടോ, കാലുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് രാഷ്ട്രീയമാണ്, ആണാണോ പെണ്ണാണോ, നോ പ്രോബ്ലം. 18 വയസ്സായിട്ടുണ്ടോ, ഇന്ത്യൻ പൗരനായിട്ടുണ്ടോ,
പിന്നെ മൂന്നാമത് പറയാത്തൊരു കാര്യമുണ്ട്, അത് ഞാനായിട്ട് ഇട്ടതാണ്. ഉള്ളില് വിജയിക്കാനുള്ള ഒരു തീയുണ്ടോ? ഈ ഉള്ളില്, ഈ നെഞ്ചും കൂടില് ഒരു തീയുണ്ടോ? വിജയിക്കാനുള്ള തീ. അല്ലെങ്കിൽ ഒന്നും വിജയിക്കാൻ പറ്റില്ല. ഒരു തീരുമാനമുണ്ടോ? ഉറച്ച നിലപാടുണ്ടോ? കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ? എന്താണ് കഠിനാധ്വാനം? വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അത് ജനങ്ങളോട് പറയാം. അതാണ് കഠിനാധ്വാനം. അല്ലാണ്ട് വേറെ മലമറയ്ക്കുന്ന പണിയൊന്നുമില്ല. മലമറയ്ക്കുന്ന പണി ഉണ്ടെങ്കിൽ ഇന്ന് സജീവ് കുമാർ ഇതില് എമറാൾഡ് ആയിട്ടിരിക്കില്ല. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തതിന്റെ ഒരു അംശം പോലും ഇന്ന് ആർസിമിൽ ബുദ്ധിമുട്ടില്ല. ഗൾഫിൽ ജോലി ചെയ്തതിന്റെ, പരപ്പണി ചെയ്തതിന്റെ ഒരു അംശം പോലും ഇന്ന് ആർസിമിൽ ബുദ്ധിമുട്ടില്ല. അവിടെ ടെൻഷനാണ്. ഇവിടെ എന്ത് ടെൻഷൻ? ആട്ടിട്ട് ചപ്പത്തിന്റെ ഒക്കെ ടെൻഷൻ വേണം, കപ്പുസ് ടെൻഷൻ വേണം, പല്ല് തേക്കാൻ ടെൻഷൻ വേണം, കുളിക്കാൻ ടെൻഷൻ വേണം. നമ്മൾ നല്ല ഈ ഒരു അവസരം ഒന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ എന്തിനാണ് ടെൻഷൻ? 10 ആളോട് പറയുമ്പോൾ 9 ആൾ പുച്ഛിക്കും, കളിയാക്കും. എന്നെ കളിയാക്കിയിട്ടുണ്ട്. 120 വീട്ടുകാരാണ് വിശ്വകർമ്മ ഫാമിലി, എന്റെ ഫാമിലി. എന്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോ കളിയാക്കി, പുച്ഛിച്ചു. നിന്നെ പോലീസ് വന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന് പറഞ്ഞു. പേടിക്കരുത്. ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ അത് മൂർഖം പാമ്പാന്ന് ചിന്തിച്ച് പേടിക്കരുത്. പേടിക്കാതെ നിൽക്കണം. പേടിപ്പിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും, വിജയിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. പേടിപ്പിക്കാനും കളിയാക്കാനും പുച്ഛിക്കാനും ഇഷ്ടം പോലെ ആളുണ്ടാവും, വിജയിപ്പിക്കാൻ ഒരു പട്ടി പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തില്, കാരണം എന്താണ്? ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, പൈസ മുടക്കേണ്ട ആവശ്യമില്ല. പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എന്ന് വേണ്ട ഇംഗ്ലീഷും ഹിന്ദിയും എന്ന് വേണ്ട ഉറുദും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാനിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല, പേടിച്ചിട്ട്. കാരണം അറിഞ്ഞാ നല്ലത്. വിദ്യാഭ്യാസം ഉണ്ടോ, ഹിന്ദി അറിയോ, ഇംഗ്ലീഷ് അറിയോ, അറിഞ്ഞാ നല്ലത്. അറിഞ്ഞില്ലെങ്കിലോ അതിനേലും നല്ലത്. JRCയും ഗുഡ് RCയും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നു അതിനനുസരിച്ച്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ പ്രവർത്തനം. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എന്താവണമെന്ന് ആഗ്രഹിക്കുന്നോ അതായിട്ട് മാറുള്ളൂ. ഇവിടെ ഗിരിസാർ പറഞ്ഞ മാതിരി ചില കഥകളിലൂടെ ചിലപ്പോൾ അതൊന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്ത് തോട്ടാണ്, എന്ത് ചിന്തയാണ്, ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എന്ത് ചിന്തയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല ചിന്തയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായിട്ട് നമ്മൾ മാറും. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, നമ്മൾ ചിന്തയ്ക്ക് ഇത്ര പവർ ഉണ്ടോ ഗുരുവെ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്നു, അതൊക്കെ ആയിട്ട് മാറുമോ? അപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യം, അത് തീവ്രമായ ചിന്തയാണെങ്കിൽ, അല്ല ചിന്ത വെറുതെ ചിന്തിക്കുമ്പോ തന്നെ നമുക്കറിയാം, ഇതില് പല ആളുകളുണ്ട് RCPയിൽ കിട്ടി പോയാ പോയി, അല്ലെ? മൂർത്തി സാർ ഒരു ഗ്ലാസിന്റെ കഥ പറയാറുണ്ട്, അല്ലെ? ഒരു ഗ്ലാസ് കമത്തി വെക്കുന്നു, ഒരു ഗ്ലാസ് ചായ കുടിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒരു ഗ്ലാസ് നിർത്തി വെക്കുന്നു, ഒരാൾ കമത്തി വെക്കുന്നു, ഒരാൾ കെടുത്തി വെക്കുന്നു. നിർത്തി വെച്ച ആള് പറയുന്നത് എനിക്ക് കിട്ടിയാൽ ആഗ്രഹമുണ്ട്, കിട്ടിയാൽ കൊള്ളാമെന്നാണ് നിർത്തി വെച്ച ആള്. ഒരാൾ പറയുന്നത് എനിക്ക് വേണ്ട. ഈ കെടുത്തി വെച്ച ആള് എന്താ പറയുന്നത്? കിട്ടി പോയാ പോയി. സുഹൃത്തുക്കളെ, RCPയിൽ കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞാൽ കിട്ടാനും സാധ്യതയില്ല, കിട്ടാതിരിക്കാനും സാധ്യതയില്ല. കാരണം എന്താണ്? RCPയിൽ നിന്ന് വിട്ടുപോകില്ല, RCPയിൽ ഉണ്ടാവും ചെയ്യും. എന്നാൽ RCPയിൽ ആളുകൾ വിജയിക്കുന്നത് കാണുമ്പോൾ എന്താണ്? ഒരു വിഷമം തോന്നും ചെയ്യും. കാരണം ആ രീതിയിലാണ് കിട്ടി പോയാ പോയി, അതിലും അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, ഈ രീതിയിലായിരിക്കും. ഇനി ഇതൊന്നും കിട്ടില്ല എന്ന് ചിന്തിക്കുന്നവനോ ഒന്നും കിട്ടില്ല. ഇതിന്ന് കിട്ടുന്ന ചിന്തിക്കുന്നവനോ എല്ലാം വാരിക്കോരി തരും. അതാണ് എന്റെ ജീവിതത്തിലെ അനുഭവം. RCPയിൽ ഞാൻ ഇന്ന് ഗിരിസാറിന്റെ വാക്കുകൾ കേട്ട് RCM അദ്ദേഹം പറയുന്ന അതേപടി ഇന്നും ഒരു ത്രിദിന കോഴ്സൊക്കെ എടുക്കുമ്പോൾ ഗിരിസാറിന്റെ അനുവാദം മേടിച്ച് അതിന്റെ ഇനി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതുകൊണ്ടാണ്, അതായത് നമ്മളെ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിന്റെ വാക്കുകൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ കേൾക്കേണ്ടത് വളരെ പ്രധാനമാണ്. പല ആളുകളും എന്താണ്, 1-2 ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു, അല്ലെങ്കിൽ 1-2 ക്ലാസ് കേട്ടു, പിന്നെ ലീഡറൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്താണ് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള തീരുമാനം വരും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മള് കൊണ്ടുപോകുന്ന ആളുകളും നമ്മൾ മാത്രം വഴി തെറ്റിയാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ തിരിച്ചു വരാൻ നോക്കാം. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന ആളുകളും ആ തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തി തെറ്റായിട്ട് പോയാൽ ആ ടീമും തെറ്റായിട്ട് പോകും.
പിന്നെ ഈ ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ ഒരു പക്ഷേ ഇത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് തിരിച്ചു വരാം, സമയം പോവും. പക്ഷെ കൂടെയുള്ള ഒരു തിരിച്ചു വരണമെന്ന് നിർബന്ധമില്ല. GRC ഗുഡ് RCM. അതുകൊണ്ടാണ് നമ്മളൊരു ടീമിനെ, നമ്മുടെ കൂടെ വരുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ 10 ആള്, 100 ആളുണ്ടെങ്കിൽ 100 ആള്, 500 ആളുണ്ടെങ്കിൽ 500 ആള് എന്ന് വേണ്ട, ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി അവരുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ട് അവര് സമ്പർക്കത്തിലായിരിക്കണം. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. മുന്നോട്ട് പോകുമ്പോൾ എവിടേക്കാണ് പ്രശ്നങ്ങൾ, എവിടേക്കാണ് ഇതിനെ തരണം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് തരണം ചെയ്യുക, അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ചും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്, ഡയറക്ട് മാർക്കറ്റിംഗില് ലീഡേഴ്സ് വളരെ പ്രധാനമാണ്. ഡൗൺലൈൻസ് പ്രധാനമാണ്. പക്ഷെ ഡൗൺലൈൻ നമുക്ക് ആരെ വേണമെങ്കിലും കിട്ടും, ഒരാൾ ചെയ്തില്ലെങ്കിലും. പക്ഷെ അപ്ലൈൻ ലീഡേഴ്സിനെ ആരെ വേണമെങ്കിലും കിട്ടില്ല. നമ്മുടെ മുതിർന്ന ലീഡേഴ്സ്, ഞാൻ പറയുന്നു 5 അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണം. 5 ടെക്നിക്കൽ ലീഡേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ 5 ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധം വേണം. അവരായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്, അവരായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള യാത്ര സുഗമമാവുള്ളൂ. അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് ആ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, എന്താണ് ചിന്തയ്ക്ക് ഇത്ര പ്രധാനം? അപ്പൊ ഒരു കഥയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് തീവ്രമായി, അതായിട്ട് നമ്മൾ മാറും. അപ്പോൾ ഒരു വ്യക്തി ഒരു കാട്ടിൽ അകപ്പെട്ടു. അവിടെ ആനയും എന്താണ് പുലിയും ഒക്കെ ഉള്ള കാടാണ്. വളരെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം കാട്ടിൽ അകപ്പെട്ടു. കാട്ടിൽ അകപ്പെട്ടിട്ട് അദ്ദേഹം ഒരു ആൽത്തറയിൽ ചെന്നിരുന്നു. വളരെ നടക്കുമ്പോ തന്നെ തേങ്ങി വീഴാൻ പോകുന്നു, അത്ര ക്ഷീണം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 ദിവസമായി. അങ്ങനെ അദ്ദേഹം പുറത്തേക്കുള്ള വഴി കാണാതെ അങ്ങനെ അലഞ്ഞ് ക്ഷീണിതനായിട്ട് ചെന്നിരുന്നു. ആലിന്റെ കടക്ക് ചെന്നിരുന്നപ്പോൾ അദ്ദേഹം തീവ്രമായി ചിന്തിച്ചു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ കറിയോ ഭക്ഷണോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ദൈവമേ എന്ന് അദ്ദേഹം മനസ്സുരുകി ചിന്തിച്ചു. മനസ്സുരുകി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ എന്ത് പ്രത്യക്ഷപ്പെട്ടു? ഒരു വിഭവ സമൃദ്ധമായ ഒരു കുറച്ച് കറിയും കുറച്ച് ചോറും അദ്ദേഹത്തിന് കഴിക്കാൻ ഉള്ളത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല, ഇതെങ്ങനെ കിട്ടിയെന്ന് പോലും ചിന്തിച്ചില്ല. കാരണം അങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് എവിടെന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാനാണോ നേരം, അല്ലെങ്കിൽ തിന്നാനാണോ നേരം? അദ്ദേഹം പെട്ടെന്ന് ആർത്തിയോടുകൂടി ഈ ഭക്ഷണം കഴിച്ചു. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാധാരണ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കാറുണ്ട്. അദ്ദേഹം നോക്കിയപ്പോൾ അതിൽ പായസമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ദൈവമേ, ഭക്ഷണമൊക്കെ നന്നായി, പക്ഷെ പായസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉടനടി ഒരു 3 തരം പായസം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു. അദ്ദേഹം അതും ആർത്തിയോടെ കുടിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്, ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചേരം ഒന്ന് മയങ്ങണം. അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ കിടക്കാൻ പറ്റുന്ന, വേണ്ടത്ര രീതിയിൽ കിടക്കാൻ പറ്റുന്ന സ്ഥലമില്ല. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം തീവ്രമായി ചിന്തിച്ചു, എന്റെ വീട്ടില് ഉള്ള ചാരുകസേര പോലെ ഒരു ചാരുകസേര ഉണ്ടെങ്കിൽ അതിലൊന്ന് കിടന്ന് മയങ്ങായിരുന്നു. അദ്ദേഹത്തിന് ഉടനടി ചാരുകസേര വന്നു. അദ്ദേഹം കയറി അതിൽ കിടന്നു, നല്ലൊരു ഉറക്കം ഉറങ്ങി. അദ്ദേഹം ഉറക്കം എണീറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്, ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉടനടി ഒരു ജഗ്ഗും ഒരു ഗ്ലാസും ആയിട്ട് ഒരു ചായ, ചൂടുള്ള ചായയും കിട്ടി. അദ്ദേഹം ചായ കുടിച്ചതിന് ശേഷമാണ് സത്യത്തില് അദ്ദേഹത്തിന് സ്വബോധം വന്നത്. ചായ കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വബോധം വന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പോഴേക്കും ഒത്തിരി ആവതായി, ചിന്തിക്കാനുള്ള ഇത് വന്നു. അദ്ദേഹം അവിടെ ഇത്ര നേരം അതൊക്കെ വന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു. അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? അത് കിട്ടണമെന്നാണ് തീവ്രമായി ചിന്തിച്ചത്. ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കം ചായ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ദൈവമേ, ഞാൻ പറയുന്നതൊക്കെ ഇവിടെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ വല്ല ഭൂതം ഉണ്ടണാവോന്ന്, ഇവിടെ എന്റെ ചുറ്റുപാടും വല്ല ഭൂതം ഉണ്ടണാവോന്ന് പറയല്ല, കണ്ണുരുട്ടിയിട്ട് 3 ഭൂതം അദ്ദേഹത്തിന്റെ ചുറ്റും. കാരണം അദ്ദേഹം ചിന്തിച്ചത്, തീവ്രമായി ചിന്തിക്കുന്നത് ഇത് നടന്നല്ലോ. അപ്പോൾ നോക്കിയപ്പോ 3 ഭൂതം. നേരെ നോക്കിയപ്പോ ഒരു ഭൂതം കണ്ണുരുട്ടി നാക്ക് ഇങ്ങനെ പുറത്തേക്കിട്ട് നിൽക്കുന്നു. അപ്പുറത്തേക്ക് നോക്കിയപ്പോഴും ബാക്കിലേക്ക് ഓടാന്ന് വെച്ചപ്പോൾ ബാക്കിൽ നിൽക്കുന്നു 3 ഭൂതം. അവിടെ ഈ 3 ഭൂതത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ദൈവമേ, ഈ ഭൂതം എന്നെ തിന്നണാവോന്നു. പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയണ, ഈ 3 ഭൂതം കൂടി ഇതിനെ പങ്കിട്ട് തിന്നു. സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ആർസിമില് പല ആൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർസിഎം എല്ലാവർക്കും വിജയിക്കാനുള്ള ഡിസൈനാണ്. പല ആളുകളും പറയുന്നു, ഓ അതൊക്കെ അങ്ങനെ കിട്ടുമോ,
കിട്ടില്ല. അങ്ങനെ ചിന്തിച്ചാൽ പല ആളും പറയുമോ, സെയിൽ ചെയ്താലുള്ള വരുമാനം മതി, എനിക്ക് മതി, അത്രേ കിട്ടുള്ളൂ. പല ആളും പറയുന്നു, ഞാനൊരു ഷോപ്പ് ഇട്ടിട്ട് ആ ഷോപ്പിൽ കയറി ഇന്ന് എന്താണ് ബിസിനസ് ചെയ്യുക. അതുകൊണ്ടാണ് പല ആളും ഷോപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത. കാരണം ഷോപ്പിൽ ഉള്ളത് മതി, മതി, അത്രേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ടീം ബിൽഡിങ്ങിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അനേകം ജനങ്ങളിലേക്ക് വീണ്ടും ഇത് എത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാമുകൾക്ക് പ്രസക്തി മനസ്സിലാക്കി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത തലത്തിലേക്കുള്ള അനന്തമായ ഒരു വരുമാനത്തിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരം ഉണ്ട് ആർസിമില്. അതുകൊണ്ട് ഞാൻ അത് നേടിയേ അടങ്ങൂ എന്ന ഒരു തീരുമാനമെടുത്ത് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇത് പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, ഇത് ഭൂതം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭൂതം വന്ന് നിങ്ങളെ വിഴുങ്ങും. എന്താണ്, എനിക്കിതില് പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. എനിക്ക് പറ്റുന്ന ചിന്തിച്ചു നോക്കിയേ, ഞാൻ ചെയ്തിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എന്റെ ടീമിനെ വിജയിപ്പിച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് ഹെൽപ്പ് ആരെ ഇല്ലെങ്കിലും ഹെൽപ്പ് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചു പോയി ഹെൽപ്പ് വാങ്ങിച്ച് ഞാൻ വിജയിച്ചിരിക്കും. തീരുമാനം എടുത്തൊക്കെ ദൈവത്തിന് പോലും നമ്മളെ തടുക്കാൻ പറ്റില്ല. ആ ഉറച്ച തീരുമാനത്തിന്റെ മുന്നിൽ സമുദ്രം പോലും വഴിമാറും എന്നുള്ളതാണ് ആ ഉറച്ച നിലപാട്. എന്തിനെ ഞാൻ ആർസിം ചെയ്യണം? എന്റെ കുടുംബത്തിന് ആവശ്യമുണ്ടോ? എന്റെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ടോ? എന്റെ ഭർത്താവിന് ആവശ്യമുണ്ടോ? എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാനത് ചെയ്യണോ? എന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യണോ? എന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യണോ? എന്താണ് ഇന്ന് ഇതുവരെ ഇല്ലാത്ത റോയൽറ്റി ഇൻകം. എഴുത്തുകാര്, പാട്ടുകാര്, ശാസ്ത്രജ്ഞന്മാർക്ക് എന്തുണ്ട്? റോയൽറ്റി ഇൻകം ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുണ്ട്? നമ്മൾ ചെയ്യുന്ന ജോലി നിന്ന് റോയൽറ്റി ഇൻകം ഉണ്ടോ? അല്ലെ? കൂലിപ്പണിക്കാരൻ മുതൽ IPS കാരൻ വരെ ആക്റ്റീവ് ഇൻകത്തില, പാസീവ് ഇൻകത്തിലല്ല. അപ്പോഴാണ് ഇവിടെ പാസീവ് ഇൻകം കിട്ടുന്നതോടൊപ്പം തന്നെ റോയൽറ്റി ഇൻകം. സുഹൃത്തുക്കളെ, ഉപ്പും മല്ലും മുളകും സോപ്പും ആട്ടയും ഉപയോഗിച്ചിട്ട് റോയൽറ്റി ഇൻകം മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ കണ്ണ് തുറന്ന് കാണണ്ടേ? വീട്ടിലേക്കുള്ള ഉപ്പും മല്ലും മുളകും മേടിച്ച് നമ്മുടെ കാലശേഷം ഒരു റോയൽറ്റി അച്ചീവർ ആയതിനു ശേഷം നമ്മുടെ കാലശേഷം ഇതിന്റെ ID, ഇതിൽ വരുന്ന വരുമാനം നമ്മുടെ മക്കൾക്ക് കൈമാറുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ മക്കൾക്ക് അതിനപ്പുറത്തേക്ക് വരുമാനം കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ, നമ്മുടെ കാലശേഷം ഒരു 10ന്റെ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബം അവിടെ ഒരാളെ മുന്നിൽ കൈ നീട്ടാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, എന്തിന് ആർസിം ചെയ്യണം എന്നുള്ള തീരുമാനം ഇന്നത്തെ ഈ ഒരു ഉദയകിരണത്തിൽ എടുക്കാൻ സാധിച്ചാൽ നമ്മൾ ഇന്ന് ലോകം കണ്ടതിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സിലാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഞാനും എന്റെ കുടുംബവും എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, തീരുമാനം എടുക്കാൻ വൈകരുത്. ഒരു 5000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നാൽ മതി എന്ന് വിചാരിച്ച് ആർസിം ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. 4 വർഷം തികഞ്ഞില്ല, എമറാൾഡ് ആയിട്ട് മാറി. ഇന്ന് 1 ലക്ഷം 1.25 ലക്ഷം രൂപ ഇന്ന് ബാങ്കിലൂടെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഈ ബോണസ് മാസത്തിൽ ബോണസ്, വർഷത്തിൽ ബോണസ് ഏത് കമ്പനി കിട്ടിയിട്ടുണ്ട്? ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആൾക്ക് പോലും 1 വർഷത്തെ ബോണസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പല ആളുകൾക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. കൂടി വന്ന 1000 2000 അതിന്റെ അപ്പുറത്തേക്കില്ല. ഇവിടെയാണ് നമ്മള് ഓരോ ഇന്ത്യയിൽ നടക്കുന്ന ടേൺ ഓവറിന്റെ ലാഭവിഹിതം നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. മാസത്തിൽ ബോണസ്, വർഷത്തിൽ ബോണസ്. കഴിഞ്ഞ മാസം ബോണസ് വന്നപ്പോൾ ആളുകൾ തുള്ളിച്ചാടി. ഞാനും ഞെട്ടി. കാരണം ഇന്ന് വേറെ മരപ്പണി ചെയ്യണമെങ്കിൽ എത്ര മാസം പണി ചെയ്യണം? ആ ബോണസ് മേടിക്കണമെങ്കിൽ എത്ര മാസം പണി ചെയ്യണം? ഇന്ന് പണിയില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ബോണസ്. ആലോചിച്ച് നോക്കൂ. കമ്പനി നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ഒരു അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നേടണമെങ്കിൽ എന്ത് വേണം? അറിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ ടാർഗറ്റുകൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അച്ചീവ്മെന്റ് നേടാം. അതായത് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അറിവ് കിട്ടും. അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അനേകം ആളുകൾ നമ്മുടെ കൂടെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടാർഗറ്റുകൾ ഏറ്റെടുക്കണം. ടാർഗറ്റ് എപ്പോഴും നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഉയർത്താനാണ്. ഞാൻ ആർസിമിലേക്ക് കടന്നു വന്നപ്പോൾ ഗിരി സാർ പറഞ്ഞു, വെറും ഉൽപ്പന്നങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി സീരിയസ് ആവണമെങ്കിൽ ഡയമണ്ട് ക്ലബ് 5000 PV ചെയ്യാം. അപ്പോ ഒന്നും കൂടി വിപുലമായിട്ട്. പക്ഷെ സ്പീഡ് അച്ചീവ്മെന്റ് വരണമെങ്കിൽ
ഒരു 25,000 BV ഏറ്റെടുത്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ ആ ടാർഗറ്റ് ഏറ്റെടുക്കണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്കത് പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ത്രാണിയുണ്ടോ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ, നിങ്ങൾക്ക് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 25,000 PV, അതായത് ഇന്ന് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്, ഇന്ന് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്, ഓഫറുകളുണ്ട്. അന്ന് വരുമ്പോൾ അധികം ഓഫറുകളൊന്നും ഇല്ല. 25,000 PV ഒരു ടൂർ പാക്കേജ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫ്രീ ഗിഫ്റ്റ് ഇല്ല. 6 മാസം കൂടുമ്പോഴുള്ള ഇത് ഫ്രീ ഗിഫ്റ്റ് ഒന്നുമില്ല. പക്ഷെ അന്ന് 25,000 PV ചെയ്യാൻ ഞാൻ സ്പീഡായിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിലൂടെ നേടണമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ആ ഗിരി സാർ പറഞ്ഞ 25,000 PV ഏറ്റെടുത്തത്. ഇന്ന് അത് 16 മാസം കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഇന്നൊരു 5,000 PV ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറയുമ്പോൾ പല ആൾക്കും വിഷമ. ഈ 5,000 PV ചെയ്യുമ്പോൾ 5,000 വരെ പ്രൊഡക്റ്റ് കിട്ടും 6 മാസം കൂടുമ്പോ, അല്ലെ? 10,000 PV ചെയ്യുമ്പോൾ 5,000 വരെ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റും കിട്ടും. അപ്പോൾ ഇന്ന് ഓഫറുകളുടെ പെരുമഴയാണ്, അല്ലെ? ഓഫറുകളെ പെരുമഴയാണ്. ഇത് ഏറ്റെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? എന്നിട്ടും അന്ന് ഓഫർ ഇല്ലാത്ത സമയത്ത് ഗിരി സാർ പറഞ്ഞപ്പോൾ 25,000 PV 16 മാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് സ്പീഡായിട്ട് 2 വർഷം കൊണ്ട് 50,000 വരുമാനം മേടിക്കാൻ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് ആവാനായിട്ട് പറ്റി. നല്ലൊരു ടീമിനെ ഡെവലപ്പ് ആക്കാൻ പറ്റി. കൂടെ ജനങ്ങളിലേക്ക് അത് നമ്മൾ ഉത്തേജിപ്പിക്കാനാണ്. അതുകൊണ്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അത് ആരെ വിജയിപ്പിക്കാൻ? നമ്മളെ വിജയിപ്പിക്കാൻ. പല ആളുകളും ടാർഗറ്റ് പറയുമ്പോൾ ഇത് ലീഡർമാർക്കുള്ളതാണ്, കമ്പനിക്കുള്ളതാണെന്ന്. കമ്പനി നമുക്ക് ഒരു അവസരം തന്നിരിക്കുക നമ്മളെ വളർത്താൻ വേണ്ടി. അതാണ് ടാർഗറ്റ്, അതാണ് ഓഫറുകളായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് കണ്ണ് തുറന്ന് കാണണം. ഇഷ്ടംപോലെ ഓഫറുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അച്ചീവ്മെന്റ്, അല്ലെ? അച്ചീവ്മെന്റ് വളരെ സന്തോഷം തരുന്നതാണ്. ഓരോ അച്ചീവ്മെന്റ് വരും തോറും നമുക്ക് പൈസ കൂടുന്നു, അംഗീകാരം കൂടുന്നു. അത് ആർസിഎമ്മില് ഉണ്ട്. അതിനുള്ള അവസരം നമുക്ക് ഇപ്പോ വരുന്നു. കാരണം ഇപ്പൊ നിലവിലുണ്ട്. പക്ഷെ ഏറ്റവും അടുത്ത വലിയ പ്രോഗ്രാമുകളിൽ അച്ചീവ്മെന്റ് നേടി നമുക്ക് റെക്കഗ്നേഷൻ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അത് പറയും. അതുപോലെ തന്നെ എൻജോയ് ലൈഫ്, അല്ലെ? ഇത്രയും വന്നു കഴിയുമ്പോൾ എൻജോയ് ലൈഫ്, അതായത് ജീവിതം സന്തോഷപൂർണമാക്കാം. ആർസിഎമ്മിൽ കിട്ടാത്തത് എവിടെയും കിട്ടില്ല. എന്നാൽ മറ്റുള്ള എവിടെയും കിട്ടാത്തത് ആർസിഎമ്മില് കിട്ടും. ഈ ആർസിഎം ഗുഡ് ആർസിഎം. അതുകൊണ്ട് ആർസിഎമ്മില് നമ്മൾ ഒരു വരുമാനം ആഗ്രഹിച്ചാൽ വരുമാനം മാത്രമല്ല കിട്ടുക, ആരോഗ്യം ആഗ്രഹിച്ചാൽ ആരോഗ്യം മാത്രമല്ല കിട്ടുക, ഒരു മനുഷ്യന് വേണ്ട എല്ലാം ആർസിഎമ്മിലൂടെ കിട്ടും. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഈ ഒരു മാസത്തെ അനേകം ഓഫറുകൾ നമ്മൾക്ക് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം. അതൊന്ന് ഓടിച്ചു പറയാം, എല്ലാ ദിവസവും പറയുന്നതാണ്. എന്നിരുന്നാലും ഒന്നുകൂടി പറയാം. അതായത് നമുക്ക് ന്യൂട്രിചാർജിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ളതുണ്ട്. അതിൽ ഒന്ന് ന്യൂട്രിചാർജ് റീഫ്രഷ്നർ ആണ്. റീഫ്രഷ്നർ 60 പീസ് നമ്മള് സ്വന്തം ഐഡിയിൽ ബില്ല് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ഒരു ടീഷർട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ആള് ചിന്തിക്കും, ഒരു ടീഷർട്ട് കൊണ്ട് എന്ത് കിട്ടാനാ? പക്ഷെ ടീഷർട്ട് നമ്മള് എല്ലാവരും അച്ചീവ്മെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമിന് എല്ലാവരും ഒരു ടീഷർട്ട് ധരിച്ച് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ടീഷർട്ട് ഇട്ടിരിക്കുന്നു. ആർസിഎമ്മിന്റെ ന്യൂട്രിചാർജിന്റെ ടീഷർട്ട് ഇട്ടിരിക്കുന്നു ആ പ്രോഗ്രാമിന്. ആ സമയത്താണ് നമ്മൾ സാധാ ഡ്രസ് ഇട്ടിരിക്കുമ്പോൾ അന്ന് നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ആ ടാർഗറ്റ് ഏറ്റെടുക്കാമായിരുന്നു, അന്ന് ആ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഈ കൂട്ടത്തിൽ കൂടെ ഒന്നിരിക്കായിരുന്നു. പല ആൾക്കും ചിലപ്പോൾ പ്രോഗ്രാം മാനസിക വിഷമം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ടീഷർട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് അത് വിചാരിച്ച് ടീഷർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയിൽ നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ടീഷർട്ടിന്റെ വാല്യൂ അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. അത് തന്നെയല്ല, നമ്മൾ ഇന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളും ഒരു 2 പീസ് എനർജി ഡ്രിങ്ക് കുടിക്കാത്ത ആരും തന്നെ ഇല്ല. കാരണം എന്താണ്? നമ്മളെ റീഫ്രഷിന് കുടിക്കാത്തത്. അപ്പോൾ 1 പീസ് ആണ് നിങ്ങൾ കുടിക്കുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 മാസത്തേക്കുള്ള ബില്ല് ഈ മാസം അടിച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു മാസം ടീഷർട്ട് കിട്ടും, അടുത്ത മാസം മേടിക്കാനുള്ളത് പോലും. അപ്പോൾ അത് ഈ ഒരു മാസം ലാസ്റ്റ് ഡേറ്റ് വരെയാണുള്ളൂ. അത് നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുക. അടുത്തതാണ് നമ്മള് വുമൺ ടാബ്ലറ്റ് 5 പീസ് സെൽഫ് ഐഡിയിൽ ബില്ല് ചെയ്യുമ്പോൾ വീറാങ്കന എൻട്രി നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, അത് തുടർന്ന് ഒരു 5+5+5, കാരണം ജൂൺ ജൂലൈ ആഗസ്റ്റ് അതില് 5 പീസ് വെച്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിങ് ക്ലാസ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. കാരണം വീറാങ്കനയില് നമുക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ട്രെയിനിങ് ക്ലാസ് കിട്ടാനുള്ള അവസരമുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്താം. അതിലേക്ക് എൻട്രി. അപ്പോൾ ഈ മാസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാസം ചെയ്യുക, 5 പീസ്, അടുത്ത മാസം 5 പീസ്, പിന്നത്തെ മാസം 5 പീസ്. ഇനി ഈ മാസം ഏതെങ്കിലും കാരണവശാൽ ഒരു തുടക്കക്കാരന് ഈ മാസം ചെയ്യാൻ പറ്റിയില്ല, വേണ്ട, അടുത്ത മാസം ചെയ്യുമ്പോൾ അത് 10 പീസായിട്ട് ചെയ്യുക, അതിന് പിന്നത്തെ മാസം ഒരു 5 പീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അടുത്തതാണ് ഗുഡ് ഡോട്ടിന്റെ ഓഫർ. ഗുഡ് ഡോട്ടിന്റെ ഓഫർ എന്താണ്? ഗുഡ് ഡോട്ടിന്റെ ഓഫർ
നമുക്ക് ഗുഡ് ഡോട്ടിന്റെ ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഓഫർ ഈ ഒരു മാസം തീരാണ്. കാരണം 3 മാസം കൂടുമ്പോൾ എന്താണ് ജൂൺ ഗുഡ് ഡോട്ടിന്റെ ഓഫർ എന്താണ് ഏപ്രിൽ മെയ് ജൂണിലാണ് ഗുഡ് ഡോട്ടിന്റെ ഓഫർ. അതിൽ ഈ മാസം തീരാണ്. അപ്പൊ ഈ 3 മാസം കൊണ്ട് ഏറ്റവും ഹയസ്റ്റ് രീതിയിൽ PV ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് റെക്കഗ്നേഷൻ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, അതുമാതിരി തന്നെ ഗിഫ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാനിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതിൽ 500 പേർക്കാണ്, അതായത് ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം വിപണനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ 3 മാസം കൊണ്ട് ഹയസ്റ്റ് PV വന്നിട്ടുള്ള 500 പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടുക. അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു ശീലമാക്കുക. അതിൽ തന്നെ നമ്മൾ വ്യത്യസ്ത പ്രൊഡക്റ്റ് ബൈറ്റ്സിന്റെയും മറ്റ് എന്താണ് നൂഡിൽസിന്റെ ഒക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേക റെക്കഗ്നേഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതുകൂടാതെ നമുക്ക് എന്താണ് വരുന്ന പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ജൂലൈ 28 രാജഗിരി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഡയമണ്ട് സുരേന്ദ്രവർ സാർ വരുന്ന പ്രോഗ്രാം. തികച്ചും അത് ഒരു ഫ്രീ എന്താണ് നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. പക്ഷെ അതിലേക്ക് ഒരു എൻട്രി നമ്മൾ പ്രത്യേകമായിട്ട് എൻട്രി കിട്ടേണ്ട ആളുകൾ 4500 PV 3 മാസം കൊണ്ട് അല്ലെ, ഏപ്രിൽ മെയ് ജൂണിൽ 4500 PV തികയ്ക്കുന്ന ആളുകൾക്കാണ് അതിലേക്ക് എൻട്രി. സജീവ് സാർ, ജൂലൈയിലത്തെ ഫ്രീ അല്ല, അത് ഓഗസ്റ്റിലത്തെ ആണ് ഫ്രീ കേട്ടാ. ജൂലൈയിലത്തെ ഡയമണ്ടിന്റെ ഫ്രീ അല്ല, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഓക്കെ, സോറി, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതില് പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയ ഇതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ടാർഗറ്റുകൾ 4500, അതുപോലെ തന്നെ ഇതുവരെ ചെയ്യാത്ത ആൾക്ക് 2000, ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഇന്ന് ഈ മാസം ജോയിൻ ചെയ്യുന്ന ആൾക്ക് 1000 PV എന്നുള്ളത്, അല്ലെങ്കിൽ ടെർമിനേറ്റ് ID ആക്റ്റീവ് ആക്കുന്ന ആൾക്ക് 1000 PV. അത്രയും കാര്യങ്ങളാണ് അതിൽ. സിമ്പിൾ ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. അവിടെ വരുന്ന ഓപ്പണർ ആൻഡ് അബോവ് ഉള്ള ആൾക്ക് റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസത്തെ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത് നമ്മുടെ ടീമിലെ മാക്സിമം ആളുകളെ അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവരിക, ആ പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്നുള്ളതാണ്. ടിക്കറ്റ് നേരത്തെ കൂട്ടി എടുക്കണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആഗസ്റ്റ് 4-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ കമ്പനിയുടെ ഇതുവരെ അങ്ങനെ ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോ നമ്മൾ കമ്പനി ഒന്നും കൂടി വിപുലപ്പെട്ടുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ട്രെയിനിങ് നേരിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയും നമ്മൾ പങ്കെടുക്കാനുള്ള ഈ 4500 PV ഉള്ള ആ ഒരു ഇതാണ്. 1500 അങ്ങനെ ആ PV നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ PVക്ക് അടിസ്ഥാനമായിട്ടാണ് അവിടെ എൻട്രി. അപ്പോൾ ഏതൊരു പുതിയ വ്യക്തിക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് 1000 PV തികച്ചാലും ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാം. അവിടെ ആ പ്രോഗ്രാം തികച്ചും ഫ്രീ അല്ല സാറേ, ഈ ഒരു ക്രൈറ്റീരിയ മാത്രമല്ല. ഓക്കെ, ആ പ്രോഗ്രാമും നമുക്ക് ഫ്രീ ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഗ്രാമാണ്. അതിൽ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ തികയ്ക്കുന്ന ആളുകൾക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ ഓഗസ്റ്റ് 26-ന് സോണൽ സെലിബ്രേഷൻ വരുന്നു. കാരണം ഇന്ന് അറ്റ്ലസിലാണ് ആ പ്രോഗ്രാം, അങ്കമാലിയിലെ അറ്റ്ലസിലാണ് ആ പ്രോഗ്രാം. അതുകൊണ്ട് അവിടെ അനേകം ഈ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് അവിടെയും നമുക്ക് വേണ്ടത്. പക്ഷെ അവിടെ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിന് എല്ലാവർക്കും എന്ത് റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ഓപ്പണർ ടു സ്റ്റാറിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PUC വണ്ടർവേൾഡ് എന്ന് വേണ്ട ഓരോ കാര്യത്തിനും, ഞാനത് സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല, അതിൽ ഓരോ കാര്യത്തിനും നമുക്ക് സ്പെഷ്യൽ റെക്കഗ്നേഷൻസ് എല്ലാ ഇതിലുണ്ട്. കീസോളിന്റെ, ജാമോറിസന്റെ, ഹരിത സഞ്ജീവിന്റെ, തുളസി പെയിന്റിന്റെ, ന്യൂട്രിജാർജിന്റെ, അതിലൊക്കെ ഹയസ്റ്റ് നമ്മുടെ അല്ലെങ്കിൽ ഹയസ്റ്റ് പർച്ചേസിങ് വരുന്ന ആളുകൾക്ക് ഉള്ളൊരു അവസരം അതിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രത്യേക റെക്കഗ്നേഷൻ ഉണ്ട്. എന്ന് വേണ്ട, സമ്മാനത്തിന്റെ പെരുമഴയാണ് വരാനിരിക്കുന്നത്. ഫ്രീ ഗിഫ്റ്റിന്റെ പെരുമഴയാണ് വരാനിരിക്കുന്നത്. നമുക്ക് കമ്പനി നമുക്കെല്ലാം വാരിക്കോരി തരുന്ന ഒരു സംവിധാനമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഓഫറുകള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ ഒക്കെ നമുക്ക് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇത്തിരി സമയം നമുക്ക് പ്രോഗ്രാം നിർത്താറായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരും ആ ഓഫറുകളെ പറ്റി നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തേടുക, അതിന് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ പ്രവൃത്തിയാണ്
നമ്മളെ ഇന്ന് ഏത് ലെവലിൽ എത്തിക്കണം എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ആർസിം എന്തിന് ഏറ്റെടുക്കണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. ഈ പറയുന്ന ടാർഗറ്റ് ഏറ്റെടുക്കുക. ഈ ഒരു മാസത്തെ അച്ചീവ്മെന്റ് വരുന്നവർക്ക് റെക്കഗ്നേഷൻ ഉണ്ട് എന്ന് വേണ്ട, തുടർന്ന് ആർസിമിലൂടെ പടിപടിയായിട്ട് വിജയിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഓരോരുത്തർക്കും സാധിക്കുകയാണെങ്കിൽ ആർസിമിലൂടെ ഏതറ്റം വരെ പറന്നുയരാനായിട്ട്, നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് ആർസിഎം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. അത് ഏറ്റെടുക്കുക, വിജയിക്കുക. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം വന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം.